ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കാൻ വിളിച്ചു. അത് ഈ മാക്സസെ എൻ സി ഡി കൺട്രോളിനാണ്. അവിടെ പോയിട്ട് പങ്കെടുക്കാമായിരുന്നു കോവിഡ് ഇല്ലെങ്കിൽ. അദ്ദേഹത്തിന് അന്റോണിയോ ഗുട്ടറസ് ആണ് അത് ഉദ്ഘാടനം ചെയ്തത്. 7 പേരാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തത് ലോകത്തിൽ നിന്ന്. ആ 7 രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്ത വിവിധ തുറകളിലുള്ളവരിൽ ഒരാൾ കേരളത്തിൽ നിന്ന് ആരോഗ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഞാനായിരുന്നു. അവിടെ സംസാരിച്ചു. 10 മിനിറ്റ് സംസാരിക്കാൻ സമയം തന്നു. അത് ഏറ്റവും വലിയ സമയമാണ് ഐക്യരാഷ്ട്രസഭയെ സംബന്ധിച്ച്. അപ്പോൾ ഇവിടുത്തെ പബ്ലിക് ഹെൽത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറഞ്ഞത്. എന്തുകൊണ്ട് പബ്ലിക് ഹെൽത്ത് വേണം? ഇതുപോലെ ഒരു ഡിസാസ്റ്റർ, ഒരു പാൻഡമിക് ഒക്കെ ഉണ്ടാകുമ്പോൾ പബ്ലിക് ഹെൽത്ത് ഇല്ലാത്തയിടത്ത് വീണു പോയിട്ടുണ്ട് ലോകരാജ്യങ്ങൾ. സ്വീഡനിലെ പ്രധാനമന്ത്രി അടക്കം പറഞ്ഞു അവിടെ ഏറ്റവും നന്നായി ചെയ്യുന്ന ഒരു സ്ഥലമാണ്, പക്ഷേ മിറ്റിഗേഷൻ മെത്തേഡ്, കണ്ടെയ്ൻമെൻ്റ് എടുത്തില്ല. ഞങ്ങളെ അനുകരിക്കരുത്, ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊച്ചു കേരളം ഒരു സോഷ്യലിസ്റ്റ് ചിന്തയോടുകൂടി ഒരു മാതൃക കാണിച്ചു എന്നുള്ള അതുകൊണ്ടാണ് എന്നെ ക്ഷണിച്ചത് കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട്. അതെല്ലാം ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഓർമ്മകളാണിപ്പോഴും. കുറച്ചൊക്കെ ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാനൊരു പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ട്, മൈ ലൈഫ് ആസ് എ കോമ്രേഡ്. പകുതി ഭാഗം എൻ്റെ അമ്മമ്മയെക്കുറിച്ചൊക്കെയുള്ള കഥയാണ്.